അച്ഛൻ. രചന സജന SP. ഓർമ്മകൾക്ക് എന്ത് മൂർച്ചയാണ്! ഓർക്കുന്തോറും കുത്തി നോവിപ്പിക്കും പോലെ തോന്നുകയാണ് അവൾക്ക്. അച്ഛനുണ്ടായിരുന്നതിൽ എന്ത് രസമായേനെ! എൻ്റെ ഏകാന്തതയ്ക്ക് കുറേയൊക്കെ പരിധിയുണ്ടാവുമായിരുന്നു. അത്രമേൽ ഓർക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നത് അച്ഛനെക്കുറിച്ച് മാത്രമാണ്. ആ ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ എത്ര പെട്ടെന്നാണ് അവൾ അച്ഛൻ്റെ കൊച്ചു കുറുമ്പിയായി തീരുന്നത്. ഏകാന്തത അവൾക്കൊരു പുതിയ കൂട്ടുകാരിയല്ല, കുട്ടിക്കാലം തൊട്ടേ കൂടിയുള്ളതാണ്. ആൾക്കൂട്ടത്തിനിടയിലും ആരുമില്ലാതായി പോകുന്നു. ചുറ്റും ഒരുപാട് പേരുണ്ട്, അമ്മ, ചേട്ടന്മാർ. എന്നാൽ ആരുടെ സാന്നിധ്യവും അവൾക്ക് സന്തോഷം നൽകിയില്ല. 24 മണിക്കൂറും വഴക്കും വക്കാണവുമായി നടക്കുന്ന ചേട്ടന്മാരുടെയും എന്തിനും ഏതിനും കുറ്റം മാത്രം എണ്ണി പറയുന്ന അമ്മയ്ക്കുമിടയിൽ അവൾക്ക് ആശ്വാസമായിരുന്നത് പാറമടയിലെ ജോലിക്കിടയിൽ വല്ലപ്പോഴും ലീവിന് വരുന്ന അച്ഛൻ്റെ വരവ് മാത്രമായിരുന്നു. അച്ഛനുണ്ടാവുമ്പോൾ വീടൊന്നുണരും. വഴക്കം കുറ്റം പറച്ചിലും നിലയ്ക്കും. ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കും. പാടത്തും പറമ്പിലും എൻ്റെ കൈപിടിച്ച് നടക്കും. പാറമടയിലെ കരിങ്കൽ ക്വാറിയിൽ കല്ലുകൊത്താൻ കയ്യിലേന്തിയ ആയുധത്തിൻ്റെ തഴമ്പ് ഞാൻ അറിയും. അവൾ വീണ്ടും ഓർമ്മകളെ തലോടുകയാണ്. അച്ഛൻ തിരിച്ചു പോയാൽ വീട് പഴയപടിയാവും. അവൾ വീണ്ടും തനിച്ചാവും. അങ്ങനെ ഒരു ലീവ് എടുത്ത ദിവസം അവൾ അച്ഛൻ്റെ വരവും കാത്തിരിക്കുകയാണ്. ആ ദിനം ഇന്നും അവളിലെ ഓർമ്മകൾക്ക് മേൽ തെളിഞ്ഞു നിൽക്കുന്നു. അച്ഛനെ കാത്ത് ഉമ്മറപ്പടിയിലിരുന്ന് ഇടവഴിയിൽ കണ്ണും നട്ടിരിപ്പാണവൾ. എന്നാൽ അച്ഛന് പകരം പാടത്തെ കാര്യസ്ഥൻ ഓടി കിതച്ചു വരുന്നത് കണ്ട് അവളൊന്ന് പരിങ്ങി. അയാളുടെ മുഖത്ത് പരിഭ്രമമായിരുന്നു. അത് എൻ്റെ മുഖത്തു നിന്ന് പ്രതിഫലിച്ച പോലെ തോന്നി. അമ്മയെ വിളിക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഞാൻ അമ്മയെ വിളിച്ചു. അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നെന്നും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെന്നും ഒരുപാട് ശ്രമിച്ചെന്നും ഒക്കെ അയാൾ പറഞ്ഞു. അമ്മയുടെ ഒരു ആർത്തനാദം ചെവിയിൽ അലയടിച്ചുയർന്നതും ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറുകയായിരുന്നു. ഞാനൊന്നും കണ്ടില്ല. ചെവി അടഞ്ഞു. ഒന്നും കേട്ടതുമില്ല. 2ാം നാൾ അച്ഛൻ അകത്തെ തറയിൽ വെള്ള പൊതിച്ച് കിടക്കുന്നത് കണ്ടാണ് കണ്ണിൽ വെളിച്ചം കയറിയത്. ഒരുപാടൊക്കെ ഞാൻ തട്ടി വിളിച്ചു നോക്കി. അച്ഛൻ ഉണർന്നില്ല. പറമ്പിലൂടെ ചേട്ടന്മാർ തോളത്തേറ്റി കൊണ്ടുപോകുമ്പോഴും ഞാൻ പറഞ്ഞു, കല്ലുകുത്തി ക്ഷീണിച്ചൊന്ന് കിടന്നതാണ്, ഇപ്പോൾ ഉണരുന്നു. ആരും കേട്ടില്ല. ഓർമ്മകളെ കൂട്ടുപിടിച്ചവൾ തേങ്ങി. അച്ഛൻ ഇല്ലാതായെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ അവൾ ഏറെ സമയമെടുത്തിരുന്നു. അച്ഛൻ എന്നത് അവൾക്ക് വെറും ഒരു ആപ്തവാക്യം മാത്രമായിരുന്നില്ല. ഏകാന്തതയിലെ കൂട്ടുകാരൻ കൂടിയായിരുന്നു. എല്ലാമായിരുന്നു. അച്ഛൻ പോയ പിന്നെ ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചിട്ടില്ല. വഴക്കും വക്കാണങ്ങളും പുനർജനിച്ചു. അച്ഛനെ ആരും പിന്നീട് ഓർത്തില്ല. എന്നാൽ ആ കയ്യിലെ തഴമ്പ് ഞാൻ എപ്പോഴും അറിഞ്ഞു. അവൾ വീണ്ടും ഒറ്റപ്പെടുകയായിരുന്നു. അച്ഛൻ്റെ ഓർമ്മകളായിരുന്നു അവളിലെ തണുപ്പ്. ആ തണുപ്പിൻ്റെ കാഠിന്യം വേറുമ്പോഴൊക്കെ ഉമ്മറപ്പടിയിലിരുന്ന ഇടവഴിയിൽ കണ്ണും നട്ടവൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഓർമ്മകൾക്ക് എന്ത് മൂർച്ചയാണ്!